തൊഴിലും അന്വേഷിച്ച് നടന്ന ഒരു കാലഘട്ടം നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ജോലിയെടുക്കുന്ന ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓർമ്മയിലെത്തും. എത്ര മറന്നാലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. ഇവിടെ നമുക്കിടയിലേക്ക് തൊഴിൽ തേടിയെത്തിയ സാബിറിന്റെ തൊഴിലന്വേഷണ അനുഭവമാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. സാബിറിന്റെ തൊഴിലന്വേഷണം. ഈ കഥ തികച്ചും സാങ്കല്പികമാണ്, ഇതിലെ കഥാപാത്രങ്ങളും. ഇനി എന്തെങ്കിലും സാദൃശ്യം ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ആളുകളുമായി, ഇതിലെ കഥാപാത്രങ്ങൾക്കോ കഥയുമായോ ഉണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമല്ല. സാബിറിന്റെ തൊഴിലന്വേഷണം ആരംഭിക്കുന്നു. കുറച്ചേരായിട്ടുള്ള എത്തിയിട്ട് ഇല്ല. ബഷീർക്ക വിളിച്ചിരുന്നു. അത് പ്രശ്നമില്ല. ഞാന് ബിന്നുമ്രാനാണ് സ്ഥലം. നിങ്ങള് സൗകര്യം പോലെ പോലും ഇല്ല, ഒന്നും ആയിട്ടില്ല. അതിന് ശരിയാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് പ്രശ്നമില്ല. ശരി, ആയിക്കോട്ടെ. ശരി. സാബിറ, പിന്നെ എനിക്ക് ഓഫീസ് പോകാനുള്ള സമയം. എനിക്ക് ജോലി സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും സുബൈർ മാഷുണ്ട്. മൂപ്പരെ ഡിസ്കസ് ചെയ്താൽ മതി. മൂപ്പര് നല്ല ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്. നല്ല കാലിബറൊക്കെ ഉള്ള മനുഷ്യനാണ്. എന്തൊക്കെ MSW BBW അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞ മനുഷ്യനാണ്. ഇവിടെ 5-8 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ജോലി സംബന്ധമായ എന്ത് സംശയം ഉണ്ട് മൂപ്പരെ ഡിസ്കസ് ചെയ്യാം. ഇനി CV അങ്ങനത്തെ സംഘം ഭയങ്കര ഒരു കഴിവുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതായിട്ട് നടക്കാൻ കഴിയൂല. എന്നോട് മൂപ്പരായിട്ട് ഡിസ്കസ് ചെയ്യട്ടോ. മാഷ ഇവന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ തിയറി സംഗതികളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. ഞാൻ ഒരു ചായ അടിച്ചോണ്ട്. ജോലി അന്വേഷിക്കാം. ജോലി അന്വേഷിക്കാം. എന്താ നോക്കണേ? ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ MSc കഴിഞ്ഞാണ്. CV ഉണ്ടോ? CV ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു CV. CV-യാ? എന്താ CV-യാ? CV എന്താ കൊറേ പേരും അഡ്രസ്സൊക്കെ അടിച്ചിട്ടാ CV ആവോ? എടോ CV വേണോ? CV ഉണ്ടാക്കണോ? എനിക്ക് ലീനിയർ തിയറി അറിയോ? ലീനിയർ ഇക്വേഷൻ അനുസരിച്ചിട്ട് ലീനിയർ തിയറി അത് പഠിക്കണം. 3 P ഉണ്ട്. 3 P എന്താ അറിയോ? ഫസ്റ്റ് യു പ്ലാൻ യുവർ സെൽഫ്. ഓക്കെ, പ്ലാൻ. അതാണ് ഫസ്റ്റ് P എന്ന് പറയുന്നത്. രണ്ടാമത്തെ P പീപ്പിൾ. പീപ്പിൾ അറൌണ്ട് യു. നിന്റെ ചുറ്റുപാട് ആൾക്കാരിൽ പോയിട്ട് ജോലി അന്വേഷിക്കണം. പിയേഴ്സ്. പിയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിന്റെ കൂട്ടുകാര് ഒക്കെ നീ ജോലി അന്വേഷിക്കുന്ന ആളല്ലേ? ഓക്കെ, പ്രോഗ്രാമിംഗ്. ആ 3 P പഠിക്കുക. ഓക്കെ, ഈ 3 P പഠിച്ചിട്ട് നല്ല CV ഉണ്ടാക്കിട്ട് പോവാം. നമുക്ക് ജോലി നോക്കട്ടാ. ഓക്കെ. ഇവരെന്താ പറഞ്ഞു? സുബൈർ മാഷ് 4 P ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. അല്ല, എന്റെ വാപ്പ വിളിച്ചാൽ എന്നോട് പറഞ്ഞു എനിക്കവിടെ 6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, തേങ്ങ വാങ്ങാന്നൊക്കെ ആണല്ലോ. എനിക്ക് എന്തും കണ്ടും കൂടി കേറിയ CV എന്ന് പറഞ്ഞു. അല്ല, ഞാൻ CV 6 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഉണ്ട്. അവിടെ ഈ CV ഒന്നും ആവശ്യമില്ലേ കമ്പനിയിൽ? ലീനിയർ തിയറി. അല്ല, തിയറി അടക്കട്ടെ, എനിക്ക് CV ഇല്ലേ? CV ഇനി ഞാൻ ഉണ്ടായിക്കൊള്ളാം. എപ്പ ഉണ്ടാക്കാൻ? മാഷോട് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടായിക്കോളൂ. എത്ര ദിവസം ഇവിടെ വന്നിട്ട്? 15 ദിവസമായി. 15 ദിവസമായി? 5 ദിവസം. 5 ദിവസം. എത്ര മാസം ഉണ്ട് ഇവിടെ? 3 മാസം. 3 മാസം ഉണ്ട്. 5 ദിവസം കഴിഞ്ഞ് ഇനിയിപ്പോ CV ഉണ്ടാക്കാൻ എത്ര ദിവസം? ഞാൻ പെട്ടെന്ന് ഉണ്ടായിക്കൊണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കോ? ഇത് ഞാന് വിസ കൊണ്ടുവന്നാളോ. അപ്പൊ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് എവിടെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി എവിടെ എവിടെ ഇരിക്കട്ടോ. അപ്പോ ഇവിടെ CV ഉണ്ടാക്കി ഇവിടെ ഇരുന്നാ പോരാ. മൂപ്പര് പറഞ്ഞില്ലേ പീപ്പിൾ പുറത്തിറങ്ങിട്ട് നടക്കുക. ഇവിടെ കുറെ സീറിങ് ഡീറിങ് എന്ന റോഡുണ്ട്. എന്റെ പ്രശ്നം റിങ് ആണോ അല്ല ജോലി എനിക്ക് വേണ്ടി? ജോലിയാണ്. അപ്പൊ രാവിലെ ഇറങ്ങാം CV ഒക്കെ ആയിട്ട്. എനിക്ക് ഇങ്ങനെ തോന്നും പുറത്തിറങ്ങും നല്ല വെയിലാന്നൊക്കെ.
അതൊക്കെ ഒന്ന് മാറ്റിച്ചാൽ നമ്മളിവിടെ ഒന്ന് കുറെ പേരെ കൊണ്ട് മൂപ്പരെ തിയറി കേട്ടതാ. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാം. അപ്പൊ വൈകുന്നേരം കാണാം, ഞാൻ ഓഫീസിൽ ഇറങ്ങാം. ഓക്കെ, അസ്സലാമു അലൈക്കും. സാധനം കൊണ്ടുപോകാം. ഇവര് പറയുന്നൊന്നും ഇനി കാര്യമാക്കണ്ട. ഇവര് പറയുന്ന പിയും ഡിയും ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടെ എനിക്ക് ജോലി കിട്ടി. ഞാനിവിടെ വന്നിട്ട് 17 വർഷമായി. 17 വർഷമായി ഞാനിവിടെ വന്നിട്ട്. അത് ചോദ്യം ഇനി പറഞ്ഞോ. 1-2 സൂപ്പർ മാർക്കറ്റ്, 2 ഹോട്ടല്, 3 ഓഫീസ്, ഇതൊക്കെ എനിക്കില്ല ഇവിടെ. ലുലു എന്റെ തന്നെ. ഈ ഒരു കാര്യം മനസ്സിലാക്കും. ഇവിടെ നിന്നിട്ട് കുറച്ച് ജോലിക്ക് നമ്മള് പരിശ്രമിക്കണം, എല്ലാം ശരിയാവും കേട്ടോ. അപ്പൊ ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കും, എല്ലാം ശരിയാകാൻ മതി. ജോലിയൊക്കെ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. തൊഴിലന്വേഷണത്തിനിടയിൽ കറുവ ബസ് സ്റ്റാൻഡിലൂടെ കടന്നു പോവാത്തവരായി നമുക്കിടയിൽ അധികമാരും ഉണ്ടാവില്ല. കറുവ ബസ് സ്റ്റാൻഡിൽ സാബറിന്റെ ഒരു ദിവസം. മലയാളിയാ? Bakra 109 going Bakra 109 bus going. Hey, new Qatar, new. Hey, new Qatar. Yesterday come. You knew, I knew. Okay. Hello. Kumusta ka? Mabuti. Saan ka mabuti? 24A B33. ഇതൊക്കെ എവിടേക്ക് പോകുന്ന ബസ്സാണപ്പ? വല്ല കോഴിക്കോടോ തൃശ്ശൂരോ മലപ്പുറം പൊന്നാനി, ഇതൊക്കെ എന്ത് സുഖമായിരുന്നു പറയാൻ. കുറെ മാപ്പും വരച്ചു വെച്ചിരിക്കുന്നത്. ഇതെന്തായിരുന്നു? നിങ്ങള് മലയാളിയാണല്ലേ? അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് മനസ്സിലാക്കില്ല. ഞാൻ ഒരു മലയാളിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പറയൂ. ഈ 109 ബക്കറിക്ക് പോവോ? അത് ചിലപ്പോ ഡ്രൈവർ വിചാരിച്ചാ പോവും. പിന്നെ ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനേ കമ്പ്യൂട്ടർ സയൻസിൽ MSc കഴിഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ 15 ദിവസമായി വന്നിട്ട്. 15 ദിവസമായി വന്നിട്ട് ആ ജോലി ഇങ്ങനെ അന്വേഷിച്ചാണ്. ജോലി അന്വേഷിച്ച് നിൽക്കുകയാണ്. ഒന്നും ശരിയായിട്ടില്ല. ഒന്നും ശരിയായിട്ടില്ല. 15 ദിവസം കഴിഞ്ഞ ആരും വിളിച്ചില്ല. ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. ഇല്ല. എത്ര ദിവസമായി വന്നിട്ട്? 15 ദിവസം കഴിഞ്ഞു. 15 ദിവസമായി. എടോ 3-4 മാസമായി ഞാൻ വേറാപ്പാറ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ ഒരു ശരിയായി ജോലി ശരിയായില്ല. പിന്നെ നാട്ടിൽ പോയി ഒന്ന് വന്നാലല്ലോ എല്ലാം ക്ലിയർ ആവും. നാട്ടിലൊക്കെ പോയി വന്നാല് സംഗതികളൊക്കെ ക്ലിയർ ആവും. ഓക്കെ. നിന്റെ കുറൂജിന്റെ കാര്യം. ഹലോ, എന്താ കുറൂജ് ഒന്നും ശരിയായില്ലേ? ഈ വക്രിക്ക് ഹലോ, എന്താ വക്രിക്ക് വേറെ എന്തെങ്കിലും ഇവിടുന്ന് വക്രക്ക് ടാക്സി കിട്ടും. ശരി. പിന്നെ ഈ ടാക്സ് കള്ള ടാക്സി കിട്ടുമല്ലോ. ശരി, ഓക്കെ. വക്രി പോവോ? എത്രയും വക്രി 25. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടാ. 15 ദിവസമായി വന്നു. ഒരുപാട് ചാൻസ് വരുന്നുണ്ടോ?